കാരണം ഈ കേരളം മതനിരപേക്ഷതയുടെ കോട്ടയാണ്. ആ മതനിരപേക്ഷതയുടെ കോട്ടയിൽ ഏതെങ്കിലും ഒരു കസേരയ്ക്ക് വേണ്ടി, ഏത് കസേര? എന്നും രാവിലെ എണീക്കുമ്പോ സ്വപ്നം പോലെ അദ്ദേഹം ഒരു കസേര സ്വപ്നം കാണുകയാണ്. ആര്? ഈ RSSന്റെ ചിഹ്നത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കുന്ന മനുഷ്യൻ. ആ സ്വപ്നം, ഏത് സ്വപ്നം? ഒരു കസേര. ഏത് കസേര? കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേര. ആ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി RSSന് പാദചേവ ചെയ്യുന്നയാളായി പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് ഇന്നലെ മാറി, ഇനിയെങ്കിലും മാറരുത് എന്ന് SFIക്കാർക്ക് വേണ്ടി വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ RSSകാരന് വേണ്ടി പാദസേവ ചെയ്താൽ താങ്കൾ ഈ കേരളത്തിൽ ഒന്നുമാകാൻ പോകുന്നില്ല എന്നങ്ങ് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഞങ്ങളെ വിമർശിച്ചോ, ഞങ്ങളെ കുറ്റപ്പെടുത്തിക്കോ, ഞങ്ങളെ ഒറ്റപ്പെടുത്തിക്കോ, ഞങ്ങളെ ആക്രമിച്ചോ, ഞങ്ങളെ അധിക്ഷേപിച്ചോ, പക്ഷേ ഞങ്ങൾ RSSനെതിരായി നടത്തുന്ന സമരത്തെ ഒറ്റുകൊടുക്കാൻ മതനിരപേക്ഷ കേരളത്തിൽ ദയവ് ചെയ്ത് തയ്യാറാവരുത്. വിദേശകാരൊന്നുമാണല്ല, പക്ഷേ അങ്ങയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഉൾപ്പെടെ മൂക്കുകയറിയിട്ടിരിക്കുകയാണ് അങ്ങ്. KSU കഴിഞ്ഞ ദിവസം ഇറക്കിയ പോസ്റ്റർ നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ആ പോസ്റ്റർ വേറൊന്നുമായിരുന്നില്ല, ഗവർണർ പോരാണ്. എന്നാൽ ആ ഗവർണർ ഇപ്പുറത്ത് RSS എന്നുകൂടി എഴുതാൻ ഒരു ചങ്കുറപ്പ് കാണിച്ചിരുന്നെങ്കിൽ ഈ കേരളത്തിലെ ജനങ്ങൾ KSUവിനെ അംഗീകരിക്കുമായിരുന്നു. കേരളത്തിലെ ഗവർണർ RSSകാരനാണ് എന്നൊന്ന് തികച്ചു പറയാൻ ധൈര്യമില്ലാത്ത, മുട്ടിരിക്കുന്ന ഒരൊറ്റ KSUകാരൻ ഈ കേരളത്തിൽ മതനിരപേക്ഷതയെ പറ്റി മിണ്ടിപ്പോകരുത് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും. ഈ പോരാട്ടം ഞങ്ങൾ മുന്നിൽ നിന്ന് നയിക്കും. പിന്നെ ഈ തിരുവനന്തപുരത്തെ കമ്മീഷണറോട് ഒരു വാക്ക് പറയാതെ ഈ പ്രസംഗം അവസാനിപ്പിച്ചാൽ മോശമായി പോകുമെന്നുള്ളതുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചേക്കാം. ഞങ്ങളാരും അളനോടുകാരൊന്നുമല്ല, വലിയ മസിൽമാന്മാരല്ല. ഞങ്ങളാരും ജിമ്മിലൊന്നും ഒന്നും രാവിലെ അതിരാവിലെ പോയി മസിലൊന്നും പെരുപ്പിച്ച് നിങ്ങളെപ്പോലെ പോലീസുകാരെ പോലെ ഇവിടെ വിരിഞ്ഞു നടക്കുന്നവരൊന്നുമല്ല. പക്ഷേ ഇനി ഏത് ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി ഞങ്ങളുടെ സമരത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചാലും അതിനെ മറികടന്നു പോകാനുള്ള ചങ്കുറപ്പ് പാരമ്പര്യമായി കിട്ടിയ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് ഞങ്ങളുടെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം. ഇനി മുഴുവൻ ശക്തിയും എടുത്ത് ഞങ്ങളെ പ്രതിരോധിക്കാൻ ഗവർണറുടെ വാക്കും കേട്ട് പ്രിയപ്പെട്ട കമ്മീഷണറെ, നീ ഈ തിരുവനന്തപുരത്ത് ഇറങ്ങിയാലും ഞങ്ങൾ അതിനെയെല്ലാം പ്രതിരോധിച്ച് ഈ സമരം മുന്നോട്ട് നയിക്കും. ഈ ബാരിക്കേഡ് എന്തിനാ മറിച്ചെന്നറിയോ? ഇത് വെച്ചാൽ ഞങ്ങൾ ഇവിടെ നിൽക്കും എന്നാണ് അവർ കരുതിയിരുന്നത്. ഇത് മറിച്ചിട്ട് ഒന്ന് കാണിച്ചു തന്നു എന്നതേ ഉള്ളൂ. രാജ്ഭവനിലേക്ക് പോകാൻ ഇപ്പൊ SFI തീരുമാനിച്ചിട്ടില്ല. ഈ പാവപ്പെട്ട സാധാരണക്കാരന്റെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന ഞങ്ങൾ കുട്ടികൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് തരാൻ പറ്റും എന്നൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമരം ഐതിഹാസികമായി നാം മുന്നോട്ട് കൊണ്ടുപോകും. ഇത് RSSനെതിരായ യുദ്ധമാണ്. ഇത് വർഗീയതക്കെതിരായ യുദ്ധമാണ്. ഇത് രാജ്യത്തെ മതനിരപേക്ഷത സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. ആ പോരാട്ടം കേരളത്തിലെ SFI സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ മുദ്രാവാക്യം ഉറക്കെ മുഷ്ടി ചുരുട്ടി വിളിച്ച ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സംഘടിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ചിത്രം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഈ ചിത്രം കേരളത്തിലെ മതനിരപേക്ഷവാദികളുടെ മനസ്സിൽ, ഹൃദയത്തിൽ അടയാളപ്പെടുത്തപ്പെടും പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.